പ്രണയാസുരം. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഒരു നിമിഷം ഗോപാലിന്റെ വാക്കുകൾ കേട്ട് ഹന്നയും ലൂസിയും തരിച്ചെന്ന് പോയി. അവർക്ക് ഒരേ സമയം ആദത്തിന്റെ മുഖം മനസ്സിലൂടെ മിന്നിമാഞ്ഞു. എങ്കിലും ഭയം പുറത്തു കാണിക്കാതെ അവരയാളോട് ചോദിച്ചു, ആരാണെന്ന് വല്ല അറിവുണ്ട് ഏട്ടാ? അങ്ങനെ ചോദിച്ച ഇവിടെയുള്ളവർക്കൊക്കെ ആളറിയാന്ന് തോന്നുന്നു. പക്ഷെ ആരും വെട്ടി തുറന്ന് പറയണില്ല. പിന്നെ പണ്ട് മുതലൊക്കെയുള്ള കേട്ടറിവാ ചെമ്പകശ്ശേരി തറവാട്ടിലുള്ളവർക്ക് കുരിശിങ്കൽ തറവാട്ടിലുള്ളവരും ബദ്ധ ശത്രുക്കളാണെന്ന്. ചിലപ്പോൾ അവരായിരിക്കാനും സാധ്യതയുണ്ട്. നാട്ടിലെ പേര് കേട്ട ക്രിസ്ത്യാനി പ്രമാണികളാണ് അവരെ. അവരിൽ പേര് കേട്ടവൻ ആദെന്ന് പറയുന്നൊരു കൊച്ചനാ. സത്യത്തിൽ അവനെ കണ്ടാൽ തന്നെ ഭയം തോന്നും. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ പയ്യനെ റോഡരികിൽ വെച്ച്. ഇനിയൊരു പക്ഷെ അവനാവാനും സാധ്യതയുണ്ട്. ഗോപാലൻ സ്വതസിദ്ധമായ സംശയത്തോടെ ഹന്നയോടായി പറഞ്ഞു. അയ്യോ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണോ? അകത്തേക്ക് വന്നോളൂ. ആകത്തെ മുറിയിലാ രാധിക്കുഞ്ഞ് കിടക്കുന്നു. അത്രയും പറഞ്ഞ് ഗോപാലൻ അവരെയും കൊണ്ട് തറവാട്ടിലേക്ക് കയറി ചെന്നു. അയാൾ പറഞ്ഞതിനകത്ത് ഒരു പാവയെപ്പോലെ അമ്മയും മകളും തറവാട്ടിലേക്ക് കയറി. അപ്പോഴെല്ലാം അയാൾ പറഞ്ഞ ഓരോ വാക്കുകളും ഇരുവരുടെയും ചെവികളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. തറവാടിന്റെ അകത്തളത്തിലേക്ക് കയറിയപ്പോൾ ഹെന്ന കണ്ടിരുന്നു. പലയിടങ്ങളിലായി സ്ത്രീകളിരുന്ന് സംസാരിക്കുന്നു, ചിലർ കരയുന്നുമെല്ലാം. പക്ഷെ അവരുടെ മനസ്സിലേക്ക് അതൊന്നുമല്ല എത്തിയത്. എങ്ങനെ രാധികയെ കാണുക എന്നൊരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലൂസിയുടെ കൈയും പിടിച്ച് നേരത്തെ കാര്യസ്ഥൻ ഗോപാലൻ പറഞ്ഞു കൊടുത്ത മുറിയിലേക്ക് ഇരുവരും കയറി ചെന്നു. അകത്തേക്ക് കയറിയപ്പോൾ ഹനയും ലൂസിയും കാണുന്നു ഏതോ ഒരു പെൺകുട്ടി വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് രാധികയെ മാത്രം അവിടെ കാണാൻ സാധിച്ചില്ല. മുറിയുടെ ഓരോ ഓരത്തായി ജനൽ വഴി പുറത്തെ കാഴ്ചയും കണ്ട് വീൽ ചെയറിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നതാണ് ഹനയും ലൂസിയും കാണുന്നത്. അവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയോട് തന്നെ രാധിക എവിടെയെന്ന് ചോദിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അതേ കുട്ടി, രാധികയുടെ മുറിയല്ലേ ഇത്? രാധിക എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഹന്ന ചോദിച്ചതിന് യാതൊരു മറുപടിയും പറയാതെ വീൽ ചെയറിൽ എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടതും ഹന്നയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ലൂസിയുടെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു. പെണ്ണെ, നിന്നോടാ ചോദിക്കുന്നത്, രാധിക എവിടെയാന്ന്? നിനക്കതാ ചെവി കേൾക്കില്ലേ? ലൂസി അല്പം ശബ്ദം ഉയർത്തിക്കൊണ്ട് രാധികയോട് ചോദിച്ചു. മമ്മി, ഇവള് പൊട്ടിയാണെന്ന് തോന്നുന്നു. വാ മമ്മി, നമുക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്ന് ആരോടെങ്കിലും ചോദിക്കാം. അവരാരെങ്കിലും പറഞ്ഞുതരായിരിക്കില്ല രാധിക എവിടെയുണ്ടെന്ന്. അതും പറഞ്ഞ് ലൂസി ഹന്നയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോയതും പെട്ടെന്നാണ് അവരെ പുറകിൽ നിന്ന് ആ വീൽ ചെയറിലിരിക്കുന്ന വ്യക്തി വിളിച്ചത്. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത്? രാധികയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും അതേസമയം വിളിച്ചറിയിക്കുന്ന പെൺകുട്ടി തിരിഞ്ഞവരെ നോക്കിയതും മുൻപിൽ വീൽ ചെയറിലിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഇരുവരും പേടികൊണ്ട് വിറങ്ങലിച്ചു പോയി. അത്രയും വികൃതമായിരുന്നല്ലോ രാധികയുടെ മുഖം. നീ ഏതാ രാധികയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നത്? ഹന്ന പേടിയോടെ വിറയൽ കലർന്ന ശബ്ദത്തിൽ അവളോടായി ചോദിച്ചു. നിങ്ങൾ തേടി വന്ന രാധിക ഞാനാ. അത് പറയുമ്പോൾ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് മുന്നിലിരിക്കുന്ന വികൃത രൂപത്തെ നോക്കിയിരുന്നു പോയി ഹന്നയും ലൂസിയും. ഇരുവരുടെയും നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. രാധികയെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ചോദിക്കാൻ ഇരുവരുടെയും നാവ് ചലിക്കുന്നില്ലായിരുന്നു. എങ്കിലും എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ഹന്ന ചോദിച്ചു. ഇതെന്താ രാധിക പറ്റിയത്? ആക്സിഡന്റ് ആണോ? ഞാൻ നീ ഫോൺ വിളിച്ചെടുക്കാതായപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ തൻ്റെ കൈകൾ കൊണ്ട് തുടച്ച് ഹന്ന രാധികയോട് പറഞ്ഞു. ഇത് ആക്സിഡന്റ് ഒന്നുമല്ല, നിങ്ങളുടെ സഹോദരപുത്ര ആദ്യം എനിക്ക് തന്ന സമ്മാനാ. രാധിക അലറിക്കൊണ്ട് ഹന്നയോടും ലൂസിയോടും പറഞ്ഞതും ഇരുവരും വെട്ടിവിറച്ചു പോയി. അറിയാതെ തന്നെ ലൂസിയുടെ കൈകൾ ഭയം മൂലം ഹന്നയുടെ കൈകളെ മുറുകെ പിടിച്ചിരുന്നു. എന്നെ ഈ അവസ്ഥയിലാക്കിയ ആദത്തെ ഞാൻ വെറുതെ വിടുന്ന് കരുതണ്ട. ഈ രാധികയുടെ ശരീരത്തിൽ ജീവന്റെ അവസാനത്തുള്ളിൽ നിലനിൽക്കുന്ന സമയത്ത് പോലും കുരിശിങ്കിൽ ആൺതരികളുടെ അന്ത്യമായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെയും വെറുതെ വിടില്ല, ഒരുത്തനെയും. പകേരിയുന്ന കണ്ണുകളോടെ അലറി വിളിച്ചുകൊണ്ട് രാധിക ഹന്നയോടും ലൂസിയോടുമായി പറഞ്ഞു. എല്ലാം കേട്ട് പേടിച്ച് വിറങ്ങലിച്ചു പോയി ഹന്നയും ലൂസി. അവർക്ക് എങ്ങനെയെങ്കിലും ചെമ്പകശ്ശേരി തറവാട്ടിൽ നിന്ന് പുറത്തെത്താൻ മതിയെന്നായി. പെട്ടെന്ന് എന്തോ സ്വഭാവത്തിലേക്ക് വന്ന പോലെ രാധിക ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന്? അതും എന്നെ കാണാൻ? അത് പിന്നെ ഒന്നുമില്ല രാധിക മോളെ, നിന്നെ ഒന്ന് കാണാൻ തോന്നി. ഞാൻ നാട്ടിൽ വന്നപ്പോൾ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് വന്നതാ. ഹന്ന എങ്ങനെയൊക്കെയോ രാധികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒപ്പിച്ച്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, വന്നിട്ട് അല്പസമയം. ചിലപ്പോൾ കുരിശിങ്കൽ തറവാട്ടിലുള്ള ഒരു സംശയം തോന്നും. ഞങ്ങൾ നേരം വൈകി അവിടേക്ക് എത്തിച്ചേർന്ന്. അതൊരു പോട്ടെ മോളെ. അത്രയും പറഞ്ഞ ഹന്ന ലൂസിയും കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് രാധികയുടെ പിൻവിളി അവർക്ക് ലഭിച്ച്. ഒന്ന് നിന്നേ രണ്ടുപേരും. ആദ്യമായി രാധികയുടെ മുഖത്തേക്ക് നോക്കാൻ പേടി തോന്നി ഹന്നക്ക്. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവർ തിരിഞ്ഞ് അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ ശരിക്കും എൻ്റെ സുഖവിവരം അറിയാൻ തന്നെ വന്നല്ലേ? അതോ എന്നോട് എന്തെങ്കിലും സഹായം ചോദിക്കാനോ മറ്റോ? രാധിക അങ്ങനെ പറഞ്ഞു. ലൂസിക്ക് പാർവതിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിലും ഹന്ന ആ നിമിഷം തന്നെ ലൂസിയുടെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് രാധികയോടായി പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ, ഞാൻ നിന്നെ ഒന്ന് കാണുന്ന രീതി വന്ന.
സത്യത്തിൽ നിന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. പൂർണ്ണ ആരോഗ്യവതിയായിട്ട് നമുക്ക് ഒന്നുകൂടി ആ പാർവതിയെ തകർക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കണം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ, നേരം വല്ലാതെ വൈകി. ഹന അതും പറഞ്ഞ് ലൂസിയുടെ കൈ ബലമായി പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. ആരെയും ശ്രദ്ധിക്കാതെ ഹന ലൂസിയും കൊണ്ട് വേഗം ചെമ്പകശ്ശേരി തറവാടിന്റെ ഗേറ്റ് കടന്ന് കാറിൽ കയറിയിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വേഗത്തിൽ വണ്ടി ഓടിച്ച് അവിടെ നിന്നും പോയി. ടൗണിലെത്തിയതിനു ശേഷം ഒരു പാർക്കിന്റെ ഓരത്തായി ഹന്ന വണ്ടി നിർത്തിക്കൊണ്ട് ആ സ്റ്റിയറിംഗിൽ തന്നെ തലവെച്ച് കിടന്നു. മമ്മിയുടെ അവസ്ഥ കണ്ട് ലൂസി അവരെ തട്ടി വിളിച്ചു. മമ്മ, എന്തുപറ്റി മമ്മക്ക്? ലൂസിയുടെ ശബ്ദമാണ് ഹനയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. ലൂസി, നീ നാളെ തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകണം. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ ലൂസി അതിശയത്തോടെ ഹന്നയെ നോക്കി. മമ്മി ഇതെന്തൊക്കെയാ പറയുന്നത്? നമ്മൾ പാർവതി താർക്ക് എന്തൊക്കെയോ പ്ലാൻ മനസ്സിൽ കണ്ടിട്ടില്ലേ? എന്നിട്ട് ഇപ്പം എന്താ എന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പറഞ്ഞേക്ക് എത്ര തിടുക്കം? ലൂസി അല്പം മുഷിച്ചിലൂടെ ഹന്നയോടായി ചോദിച്ചു. അത് നിനക്ക് ഞാനിനി പറഞ്ഞു തരണോ? കണ്ടില്ലേ ആ കാർത്തികിന്റെ ജീവിതം പോയ പോക്ക്? എങ്ങനെ നടന്ന കൊച്ചനാ, ഇപ്പൊ 6 അടി മണ്ണിലായി. അതുപോലെ രാധിക, അവളുടെ അവസ്ഥ കണ്ട് നീയൊന്നും ഭയന്നില്ലേ? ഇതിന്റെ എല്ലാം പുറകിൽ ആദമാണെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് മമ്മി പറയുന്നത്, മോൾ വേഗം USA തിരിച്ചു പോകാൻ നോക്ക്. വെറുതെ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കണ്ട. മോൾക്കറിയാലോ പാർവതി ആദം എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. വെറുതെ അവിടെ ഇടൽ കയറി കളിച്ച് നിന്റെ ജീവിത രാധിയെ പോലെ ഒരു വീൽ ചെയറിലാക്കാൻ നിൽക്കണ്ട. ഇല്ല മമ്മി, മമ്മി എന്തൊക്കെ പറഞ്ഞാലും. ലൂസിക്ക് തന്റെ കൗളി വല്ലാത്ത മരവിപ്പ് തോന്നി. അവൾ തിരിഞ്ഞ് ഹന്നയെ നോക്കിയതും ഹന്ന ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കുന്നതാണ് അവൾ കാണുന്നത്. ഒരു നിമിഷം ഹന്നയെ നോക്കാൻ ലൂസി ഭയന്നു. മമ്മ, ഞാൻ മിണ്ടരുത്. നീ ഞാനാ നിന്റെ മമ്മി, അല്ലാതെ നീയല്ല. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ശരിയാ, കുറേ തെറ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ട്. എന്ന് കരുതി ഞാൻ പ്രസവിച്ച നിന്നെ ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു കിടക്കയിൽ തളർന്നിട്ടോ അതല്ലെങ്കിൽ ആ കാർത്തികിനെ പോലെ ഒരു പടുമരണം കണ്ടിട്ടോ എനിക്ക് പിന്നീട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ആകെയുള്ള 2 പെൺമക്കളാണ് നിങ്ങൾ. അതിൽ നിന്നെ ഞാൻ അല്പം അധികം സ്നേഹിച്ചിട്ടുണ്ട്. എന്ന് കരുതി ഞാൻ പറയുന്നതിനപ്പുറം നീ പോയാൽ അറിയാലോ നിനക്ക് നിന്റെ മമ്മയെ. വേണ്ടാത്ത പണിക്ക് പോകണ്ട ആദം, അവനെന്ന് അധികം അടച്ചു കളഞ്ഞേക്ക്. ഇല്ലെങ്കിൽ രാധിക്ക് കിട്ടിയതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും നിനക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ നാളെ തന്നെ അമേരിക്കയിലേക്ക് പോകും. മനസ്സിലായല്ലോ? ആദ്യമായി ലൂസിക്ക് ഹന്നയുടെ മുഖത്തേക്ക് നോക്കാൻ ഭയം തോന്നി. കാരണം അവർ അത്രയ്ക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിൽ തന്നെ ലൂസി അമേരിക്കയിലേക്ക് പോയി. ഹന്നയ്ക്കും പോകണമെന്നുണ്ടായിരുന്നെങ്കിലും കുരിശിങ്കൽ തറവാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും രാധിക പറഞ്ഞില്ല അവർക്ക് ഓർമ്മയിലേക്ക് വന്നു. തൻ്റെ കുടുംബത്തെ ഓർത്ത് അവർക്കാകെ വേവലാതിയായി. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ കൂടെപ്പിറപ്പ് അവരുടെ മക്കളുമാണ്. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ ഉള്ളവും പൊള്ളും എന്നുള്ള സത്യം ഹന്ന ആ സമയം മനസ്സിലാക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ആദ്യത്തെയും കാത്ത് ഹന്ന അവൻ്റെ ക്യാമ്പസിൽ ഇരിക്കുമ്പോൾ അവരുടെ ഹൃദയമല്ലാതെ പേടികൊണ്ട് അനിയന്ത്രിതമായി മിടിക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഹന്ന തിരിഞ്ഞു നോക്കിയെന്ന് കണ്ടു. തന്നെ നോക്കി തന്നെ അകത്തേക്ക് കയറി വരുന്ന ആദത്തെ. അല്പനേരം ഹന്ന ഒന്നും സംസാരിക്കാതിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. ഹന്ന ആൻറ്റി ഇപ്പം എന്നെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് വന്ന കാര്യം തൻ്റെ മുമ്പിലേക്ക് കാണുന്ന ചെയറിലേക്ക് ചാരിയുന്നുണ്ട് ആദം അവരോട് ചോദിച്ചു. അത് പിന്നെ മോനെ. ഹന്നയുടെ മുഖഭാവം കണ്ടപ്പോൾ ആദത്തിന് വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നും ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയും മാത്രം എല്ലാവരുടെയും സംസാരിച്ചിരുന്ന ഹന്ന ആൻറ്റി ആയിരുന്നില്ല തൻ്റെ മുമ്പിലിരിക്കുന്നെന്ന് ആദത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവരുടെ മുഖത്തെ സംഘർഷം കണ്ടപ്പോൾ തന്നെ ആദത്തിന് തോന്നി കാര്യം വളരെ ഗൗരവമുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ ആദൽപ്പം മുന്നിലേക്ക് നീങ്ങുന്നുണ്ട് മേശയിൽ വെച്ചിരുന്ന ഹന്നയുടെ കൈകളിലേക്ക് തൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ആൻറ്റിക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുള്ള പോലെ തോന്നുന്നു. എന്തായാലും തുറന്നു പറഞ്ഞോളൂ, ഞാനുണ്ട് എന്ത് സഹായത്തിനും. സത്യത്തിൽ ആദങ്ങനെ പറഞ്ഞു. ഹന്ന അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറ്റിയിലായി മുഖമമർത്തി വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. ഓരെ അവരുടെ കരച്ചിൽ കണ്ട ആദ്യം ഞെട്ടിപ്പോയി. കാരണം താൻ ഇതുവരെ കാണാത്തൊരു ഹന്ന ആൻറ്റി ആയിരുന്നു അവൻ്റെ മുമ്പിൽ അപ്പോൾ ഇരുന്നത്. ഏയ് ആൻറ്റി, എന്തിനാ കരയുന്നു? ആദ അവരുടെ കൈകൾ മൃദുവായി തട്ടിക്കൊണ്ട് ചോദിച്ചു. ഓനെ, നീ എന്നോട് ക്ഷമിക്കണം. തറവാട്ടിലുള്ളവരോട് ചെന്ന് ക്ഷമ ചോദിക്കാൻ എനിക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ നിൻ്റെ അടുക്കിലേക്ക് വന്നു. ഒരുപാട് ദ്രോഹം ഞാൻ എൻ്റെ കൂടെപ്പിറപ്പുകളോട് അവരുടെ മക്കളോടൊക്കെ ചെയ്തു. സത്യത്തിൽ എൻ്റെ മനസ്സിൽ സാത്താൻ കുടിയേറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴെനിക്ക് തിരിച്ചറിവുണ്ടായത്. തെറ്റായ വഴികളിലൂടെ ഒരുപാട് യാത്ര ചെയ്തു. ഇപ്പം ഞാൻ എല്ലാം കൊണ്ടും കുറ്റബോധത്തിൻ്റെ പടികളിലാണ് ഉള്ളത്. അന്നെ പറയുന്നൊന്നും ആദത്തിന് മനസ്സിലാവുന്നില്ലായിരുന്നു. എങ്കിലും അവരുടെ മനസ്സിലെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ആദവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു. മോനെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് ആൻറ്റിയോട് വെറുപ്പ് തോന്നുന്നു. എങ്കിലും ഞാനിതെല്ലാം നിന്നോട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ അപകടപ്പെടാൻ സാധ്യതയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് രാധികയുമായി ഇതുവരെ നടന്ന എല്ലാ കൂടിക്കാഴ്ചകളും അവിടെ പ്ലാനിങ്ങൊക്കെ ഹന്ന ആദത്തിനോടായി പറഞ്ഞു കൊടുത്തു. തലകുനിച്ചൊരു കുറ്റവാളിയെപ്പോലെ ആദത്തിൻ്റെ മുമ്പിലിരുന്ന് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും അവനിൽ നിന്ന് യാതൊരു പ്രതികരണമില്ലെന്ന് കണ്ട ഹന്ന ഭയന്ന കണ്ണുകളോടെ ആദത്തിനെ നോക്കിയതും അവർ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന ആദത്തിനെയാണ്. ഒരു നിമിഷം ആദത്തിൻ്റെ മുഖഭാവം കണ്ട ഹന്ന പോലും വല്ലാതെയായി. കാരണം താനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആദത്തിൽ നിന്നൊരു പൊട്ടിത്തെറിയാണ് ഹന്ന പ്രതീക്ഷിച്ച്. പക്ഷേ ഇതിപ്പോൾ അവനൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് എന്താണ് അവൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. മോനെ,
വേണ്ട അന്നാൻറ്റി, ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ഒരു നിമിഷം ആദത്തിന്റെ തുറന്നു പറച്ചിൽ ഹന്ന ആകെ ഞെട്ടിത്തെരിച്ചു പോയി. ആൻറ്റിക്കറിയോ, ഈ ആദത്തിന്റെ കണ്ണുകളിൽ നിന്നും മറഞ്ഞുകൊണ്ട് കുരിശിങ്കൽ തറവാട്ടിൽ ഒരാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങളെല്ലാവരും ഈ ആദത്തിന്റെ സംരക്ഷണ വലയത്തിലാണ്. ആൻറ്റി പോയി രാധികയെ കാണുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നല്ല ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ ഏതുവരെ പോട്ടെ നിർത്തിയിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. സത്യത്തിൽ ഇപ്പം എനിക്ക് സന്തോഷം തോന്നുക. ആൻറ്റിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ആൻറ്റി അനുഭവിക്കുന്ന സംഘർഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും തെറ്റ് മനസ്സിലാക്കി ആൻറ്റി മാറി ചിന്തിക്കാൻ ഒരു മനസ്സ് കാട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരു നിമിഷം ആദത്തിന്റെ തുറന്നു പറച്ചിൽ ഹന്നയാകെ ഞെട്ടിത്തെരിച്ചു. അവർക്ക് തന്റെ കണ്ണുനീരിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു ആദം തന്റെ മുന്നിൽ ഇത്രയും നാൾ നടന്നെന്നുള്ള സത്യം അവൾക്ക് ഉൾക്കൊള്ളാൻ തന്നെ സാധിച്ചില്ല. ഈ സമയം ആദം തിരിച്ചറിയുകയായിരുന്നു ആൻറ്റിയുടെ മനസ്സിലെ സംഘർഷാവസ്ഥ. അതുകൊണ്ട് തന്നെ പുഞ്ചിരിച്ച് വീണ്ടും അവരുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആദം പറഞ്ഞു, ആൻറ്റിക്ക് മനസ്സിലെ സംഘർഷങ്ങൾ ഒരാളോട് പറഞ്ഞപ്പോൾ അല്പം സമാധാനം തോന്നിയില്ലേ? മതി ആൻറ്റി, മതി. ആൻറ്റി ഇക്കാര്യം എന്നോട് പറഞ്ഞു. ഇതെന്നെ മനസ്സിൽ തന്നെ എക്കാലം ഉണ്ടാവും. മൂന്നാമതൊരാൾ അറിയില്ല, ആ വാക്ക് ഞാൻ നൽകുന്നു. പിന്നെ ഇതൊന്നും തറവാട്ടിച്ചെന്ന് പറയരുത്. കാരണം എല്ലാവരും എന്നെപ്പോലെ ആവണമെന്നില്ല. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വലിയപ്പച്ചൻ്റെ പപ്പയുടെ എല്ലാം സ്വഭാവം ആൻറ്റിക്ക് അറിയാവുന്നല്ലേ. ഇനി ആൻറ്റി ഇപ്പോൾ ഇവിടെ കാണിച്ച പെർഫോമൻസ് അത് അഭിനയമാണെന്ന് ഇനി ഞാൻ ഏതെങ്കിലും കാലത്ത് അറിഞ്ഞാൽ പിന്നെ ഹന്ന എന്ന വ്യക്തി ഈ ഭൂലോകത്ത് തന്നെ ഉണ്ടാവില്ല. കാരണം ചതി അതൊരിക്കലും കുരിശിങ്കലാദം വെച്ചിരുന്ന ഒന്നല്ല. ഇല്ല മോനെ, ഈ ആൻറ്റിയെ നീ ഒന്ന് വിശ്വസിക്കുക, ഞാൻ പറയുന്നെല്ലാം സത്യമാണ്. അവർ കരഞ്ഞുകൊണ്ട് ആദത്തിനോട് പറഞ്ഞു. എനിക്കറിയാം ആൻറ്റി ഇനി അങ്ങനെയൊന്നും ചിന്തിക്കില്ലെന്ന്. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അല്പസമയം കൂടി ആദത്തിനോടൊപ്പം സംസാരിച്ചിരുന്നപ്പോൾ ഹന്നയ്ക്ക് അല്പം ആശ്വാസം തോന്നി. അതുകൊണ്ട് തന്നെ അവർ അവനോട് യാത്ര പറഞ്ഞ് വേഗം ഓഫീസിൽ നിന്ന് ഇറങ്ങി. ജോലികളെല്ലാം തീർത്ത് ആദം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് പാർവതി അവനെ വിളിക്കുന്നത്. മൊബൈലിൽ പാർവതിയുടെ പേര് കണ്ടതും ആദം പുഞ്ചിരിയോടെ തന്നെ ഫോൺ എടുത്തു. എന്താണ് മിസ്സിസ് ആദം, പതിവില്ലാത്തൊരു വിളിയൊക്കെ? ഇച്ചായ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്നതാ കൊച്ചേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വരുമ്പോൾ ഇച്ചായ സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങാൻ മറക്കല്ലേ? ഓക്കെ, ശരിതാ. ആദം സ്വീറ്റ്സുമായി ഹോളിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു ടീനയുടെ ചുറ്റുമായി കുരിശിങ്കൽ തറവാട്ടിൽ എല്ലാവരും കൂടി ഇരിക്കുന്നു. ടീനയുടെയും ഡെവിയുടെയും മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാണുന്നുണ്ട്. എന്നതാ ഇവിടെ ഇത്രയും ബഹളം? തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വീറ്റ്സ് പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആദം ചോദിച്ചു. പാർവതി മോളെ, നീ ആദത്തിനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല അമ്മച്ചി, ഇവിടെ വന്നിട്ട് പറയാമെന്ന് കരുതി. ഹാ, നിങ്ങൾ ഈ സസ്പെൻസ് ഇടാന്ന് പറയുന്നുണ്ടോ? ആദം ഒരല്പം കലിപ്പിൽ ചോദിച്ചു. ഏടാ, അതിന് നീ ഇങ്ങനെ അലറണ്ട. നമ്മുടെ ഡെവി മോനൊരു അപ്പനാകാൻ പോവാടാ. ഒലിയമ്മച്ചിക്ക് തന്റെ സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ആദത്തിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. എടാ ഡെവി, കൺഗ്രാറ്റ്സ് മാൻ. ആദം ഓടി വന്ന് ഡെവിയെ പുണർന്നുകൊണ്ട് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് പിന്നെ പോലീസ് ക്ലബ്ബിൽ നിന്ന് ഞാൻ ഓടി വരികയായിരുന്നു. ക്രിസ്റ്റി തന്റെ സന്തോഷം അടക്കാൻ സാധിക്കാതെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു നല്ല ദിവസം ആയതുകൊണ്ട് നമ്മുടെ പാർവതി മോള് പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആലീസമ്മ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ പാർവതി, അതെങ്ങനെ എടുത്തുവാ. ആലീസമ്മ പാർവതിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവൾ തലയാട്ടിക്കൊണ്ട് അടുക്കളയിൽ ചെന്ന് പാൽപ്പായസം എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു. പെട്ടെന്നാണ് അവൾക്ക് തലയിറങ്ങിയത്. കണ്ണുകൾ ഇറുകി ചിമ്മി തുറന്നവൾ രണ്ടടി മുന്നോട്ടേക്ക് വെച്ചു. വീണ്ടും ശരീരത്തിന്റെ ഭാരം ഇല്ലാതെയാവുന്ന പോലെ തോന്നി. തല കുടഞ്ഞുകൊണ്ട് അവൾ ആദത്തിന്റെ പേര് വിളിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി എല്ലാവരും കാണുന്നു തല കറങ്ങി നിലത്തിടക്കുന്ന പാർവതിയെയും തൊട്ടരിയിലായി ചിന്നിച്ചിതിരി കിടക്കുന്ന പായസവുമായിരുന്നു. ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട ആദവും ബാക്കിയുള്ളവരും വിറച്ചുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.